ഉത്സവം ഏത് വണ്ടിക്കാണോ പണ്ടാരം തല വെച്ചത്? 9:45 മെയിലായിരിക്കും സാർ. ബോഡി ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ശരിയായ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നില്ല സാർ. നാളെ എടുക്കാം, ആളെ നിർത്തണം. അല്ല, ഡ്യൂട്ടിക്ക് മൊയ്തീനില്ല, കുറുപ്പാണി വീട്ടിൽ പോയി. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പിന്നെ ഇയാളെ നിൽക്കട്ടെ. ഒറ്റയ്ക്കോ സാർ? ഞാൻ കൂടെ വേണമെങ്കിൽ. അതിന് പേടിയുണ്ടോ? ഉണ്ടോടെ? ഇല്ല സാർ. ആ, അയാൾക്ക് പേടിയൊന്നുമില്ല. നീ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാ മാറുന്നത് സാർ. ആ, പിന്നെ ഉറങ്ങരുത്, തല കുറുക്കം കൊണ്ടുപോകും സാർ. തന്റെ അല്ല, ശവത്തിന്റെ. വളരെ ഓ, വിഷമുണ്ടോ ഒറ്റയ്ക്ക് നിൽക്കാൻ? ഇല്ല സാർ. ഉറങ്ങരുത്. ആ, അർജുനൻ ഫൽഗുണൻ പാർത്തൻ വിജയനും വിശ്വതുമായ പിന്നെ കിരീടിയും ചേതാർജുനന്ദം ധരഞ്ജയൻ വിഷ്ണുവും ഭീതികരവും സർവം സായുധവും 10 നാമങ്ങളും വെച്ചാലും ഭയങ്ങളെ എന്ന് പോകുന്നുണ്ടെങ്കിൽ അയ്യോ, അർജുനൻ പാർത്തൻ കിരീടം. അർജുനൻ പാർത്തൻ വിജയൻ. അയ്യോ, എഴുന്നേറ്റോ? സാരമില്ല, ഒന്ന് ഭയപ്പെടുത്തിയതാ. ആരാവൻ? ആളെ അറിഞ്ഞ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കായിരുന്നു, പേടിപ്പിക്കാൻ മനുഷ്യനെ. ആരാന്ന് കരുതിയാ? ഒടിയനാ, ഒടിയൻ. ഇനി പേടിക്കാനൊന്നുമില്ല, എല്ലാം വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ രക്ഷ അയക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് മതി. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. ഓ, പിന്നെ ഞാൻ തന്നിട്ടുള്ള ചൂർണം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും സേവിച്ചാൽ പനി മാറിക്കൊള്ളുന്നേ. എന്നാൽ ഈ കുട്ടിയെ തനിച്ചവിടെ ആക്കിയിട്ട് പോന്നല്ലോ നിങ്ങള്. ഒറ്റയ്ക്ക് നിന്നോളാന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടല്ലേ? പിന്നെ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങ് പോരുക. അപ്പൊ പോലീസിലും പേടിത്തൊണ്ടന്മാരുണ്ട്. പോടുന്ന് കളിയാക്ക. നീ ഒന്ന് കിടക്കി വിരിക്കാൻ നോക്ക്, ശ്രീനി വിശ്രമിക്കട്ടെ. ഞാൻ സ്റ്റേഷനിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാട്ടോ. ലീവിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞോളാം. മോൻ പോയി കിടന്നോളൂ, അസുഖം മാറുന്നവരെ ഇവിടെ കഴിയാം. ഞാൻ ഇത്തിരി കഞ്ഞി എടുക്കട്ടെ. എന്നാ ശ്രീനി പോയി കിടന്നോളൂ, വൈകുന്നേരം വന്നിട്ട് കാണാം. ശരി. അതെ, പനി വന്നത് ഭയന്നിട്ടൊന്നും അല്ല കേട്ടോ. ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെയാ. മഞ്ഞുണ്ട് അപ്പൊ. മനസ്സിലായി മനസ്സിലായി. വയ്യാത്ത പണിക്ക് പോവാൻ നിൽക്കരുത്. പറയാറുന്നില്ല ഒറ്റയ്ക്ക് കഴിയില്ലെന്ന്. അല്ല, അതെങ്ങനെ പറയുന്നത്? ഡ്യൂട്ടിയല്ലേ. പിന്നെ മാധസാറിന്റെ മുഖത്ത് നോക്കി പറയാൻ മടി. മടിയൊന്നല്ല, ധൈര്യക്കുറവെന്നാ പറയണ്ടത്. ഞാൻ ചോദിക്കട്ടെ, പറ്റില്ലെന്ന് പറഞ്ഞാൽ അയാളെന്താ മൂക്ക് ചെത്തോ? അയ്യടാ, അന്ന് ഞാൻ കണ്ടതല്ലേ സ്റ്റേഷനിൽ വെച്ച് മാധസാറിനെ കണ്ടപ്പോൾ ഒരു കോലം. അപ്പൊ തിരിച്ചും വല്ലതൊക്കെ പറയാനും അറിയാം. വിരിച്ചിട്ടുണ്ട്, കിടന്നോളൂ. ബുദ്ധിമുട്ടായില്ലേ? കുറച്ച് ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യാൻ സഹിക്കല്ലാതെ. അന്യനാട്ടിൽ നിന്ന് വന്നിരിക്കല്ലേ, ഇത്തിരി മനുഷ്യപ്പറ്റ് കാണിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം. എന്താ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പുറത്തോട്ടൊന്നും ഇറങ്ങിക്കല്ലേ. പീറ്ററേ, എന്താ ഈ സമയത്ത്? സേട്ട് വന്നിട്ടുണ്ട്, വാ. എന്താ പീറ്ററേ, എങ്ങനെ ഉണ്ടായിരുന്നു ഉദ്ഘാടനമൊക്കെ? നന്നായിരുന്നു മുതലാളി, നല്ല പരസ്യമൊക്കെ കൊടുത്തായിരുന്നു. ബുക്കിംഗ് എങ്ങനെ? ആൾക്കാർ ഇങ്ങോട്ട് അടുക്കുന്നില്ല. കടക്കകത്ത് തന്നെ ഇരുന്നാ ആള് വന്നോളണമെന്നില്ല. പുറത്തോട്ടിറങ്ങി
വേണ്ട പണി ചെയ്യണം, മനസ്സിലായോ? മുതലാളി, പിന്നെ നമുക്ക് ഡിസ്പ്ലേക്കുള്ള സാധനങ്ങളല്ലാതെ സ്റ്റോക്ക് ഒന്നും എത്തിയിട്ടില്ല. അതൊക്കെ ഉടനെ എത്തും. താൻ ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാക്സിമം ഓർഡർ പിടിക്കാൻ നോക്ക്. അസിസ്റ്റേ പോവാം. ശരി മുതലാളി. മുതലാളി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? കുറച്ച് കാശ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്നെ ശമ്പളത്തിൽ നിന്ന് മുതലാളി പിടിച്ചാൽ മതി. ആദ്യം ബിസിനസ് ഒക്കെ ഒന്ന് സ്റ്റഡി ആകട്ടെ, പിന്നെയല്ലേ കാശ്. അസിസ്റ്റേ, കാര്യങ്ങളൊക്കെ ഇവന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. മുതലാളി, എന്നാ വണ്ടി വിട്. എന്റെ പൊന്നു മാതാവേ, ഒരു വഴി കാണിച്ചു തരണേ. എന്റെ മാതാവേ, എല്ലാം അറിയുന്ന നീ വടക്കേക്കരയിലെ നല്ലവരായ ജനങ്ങളെ എന്തിനാണ് എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? അവർ ലക്കി സ്റ്റാറിന്റെ സേവനങ്ങൾ അനുഭവിക്കരുതെന്നാണോ നിന്റെ തീരുമാനം? ദേ, എന്റെ കഞ്ഞൂടി മുട്ടിക്കരുത്. പേരിനെങ്കിലും ഒരുത്തനെ. അപ്പൊ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ? വരണം ചേട്ടാ. ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതിൽ TV, ഫ്രിഡ്ജ്, ഫാൻ, ടേപ്പ് റെക്കോർഡർ, ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉണ്ട്. സാധനങ്ങൾ ഞങ്ങൾ കമ്പനി വിലയ്ക്കാണ് നൽകുന്നത്. എന്നതിന് പുറമെ വിലയുടെ 1/3 മാത്രം നൽകി കഴിയുമ്പോൾ സാധനം ഞാൻ വീട്ടിലെത്തിക്കും. കയറ്റുമതി, ഇറക്കുമതി, ട്രാൻസ്പോർട്ടേഷൻ കൂലി എല്ലാം ഞങ്ങൾ വഹിക്കും. എന്താണ് വേണ്ടത്? കളർ TV ഒന്ന് എടുക്കട്ടെ. കളർ വേണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം. സത്യത്തിൽ കണ്ണിന് നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റാ. എന്താ? വേണ്ട. ഫർണിച്ചർ ആയാലോ? ഒരു വീട്ടിന് വേണ്ട കംപ്ലീറ്റ് ഫർണിച്ചർ ഇവിടെ ഉണ്ട്. വേണ്ടെന്നേ. പിന്നെ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഞാനിതൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നതാ. ഓ, കണ്ടിട്ട് എങ്ങനെയുണ്ട്? താങ്ക് യു. പിന്നെ ആശാൻ രാത്രി ഇവിടെ തന്നെയാണ് കിടപ്പ്. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, ഒരാള് കിടക്കുന്നൊന്നും എനിക്ക് ബുദ്ധിമുട്ടേ അല്ല. പറട്ടെ. ആവശ്യത്തിന് കുരുത്തം കിട്ട ചെറുകനെ കാണുകയില്ല സാറേ. നല്ല പാർട്ടിയാണ് പിടിച്ചകത്ത് കയറ്റിയത്. കുനിഞ്ഞു നിന്നാ കളനാണ്. പുണ്യാളച്ചൻ, പരീത് പുണ്യാളച്ചൻ. സാറ് ചായ കുടി. സ്റ്റേഷനിലേക്കുള്ള വഴി ഒന്ന് ചോദിക്കണ്ടേ? ആരോട് ചോദിക്കാനാ? ആരോടെങ്കിലും ചോദിച്ചൂടെ? സീനിയർ ഉള്ളതല്ലേ, നമുക്ക് ആരെ പഠിക്കാനാ? പിന്നല്ലാതെ. സമയങ്ങളുണ്ട്. നടക്ക്. ഏയ്, പകൽക്കിനാവ് കാണാ? വെറുതെ ഒരു ഉച്ചക്കർക്ക്. എന്താണാവോ? ഞാൻ SI-യും കരിമ്പാറ മാത്തൻ കോൺസ്റ്റബിൾ ആവുന്നത്. എന്നിട്ടെന്താ, കരിമ്പാറയെ കൊണ്ടൊരു 101 പ്രാവശ്യം ഏത്തോടിച്ചു. ജീവിതത്തിൽ നേരെ തിരിച്ചായിരിക്കും നടക്കുക. ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആരോടും പറയില്ലെന്ന് സത്യടോ. എന്താ കാര്യം? പറയില്ലല്ലോ. ഇല്ല. അതെ, ഇവിടെ ആരും ഇല്ലേ? ആരോ വന്നും തോന്നുന്നു. ഞാൻ നോക്കിട്ട് വരട്ടെ. ഇത് തന്നെയാണോ വീട്? നീ വീട് മാറിക്കരുന്ന് പറഞ്ഞ അകത്താണ്ട. ആ ചിലപ്പോ ഈ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കും. നാട് കണ്ടപ്പോഴേ തോന്നി. നമസ്കാരം. നമസ്കാരം. അയ്യോ, പിരിവാരാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല. അമ്മ പിരിവാരല്ല, ശ്രീനിവാസൻ. അയ്യോ, ഞാനല്ല. നിങ്ങളല്ല, ശ്രീനിവാസൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞില്ല. പിന്നെ ശ്രീനിവാസൻ പറഞ്ഞോ? ശ്രീനിവാസൻ പറഞ്ഞില്ല. ആ എന്താ പോലീസ്? പരമേശ്വരൻ സാർ. പരമേശ്വരൻ സാറ്. ആ പരമേശ്വരൻ സാർ എന്റെ അച്ഛൻ. എന്താ കാര്യം? ആ അച്ഛനാണല്ലേ? അച്ഛൻ സാറ് പറഞ്ഞു. അയ്യോ, കയറി ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ വിളിക്കാം. ആ വലിയ ഉപകാരം. എന്റെ അമ്മോ, അടിയോ ഏതറിയപ്പെണ്ണ്? ഇനി അവന്റെ കല്യാണം മറ്റു കഴിഞ്ഞു കാണൂ. ഇനി വല്ല സ്റ്റെപ്പിന് പറ്റുള്ളൂ. ആർക്കറിയാം. എന്തായാലും അവന്റെ സമയം കൊള്ളാം. നല്ല അസല് പെണ്ണ്. ഈ പോലീസുകാരുടെ ഒരു സമയമായി. ഇവിടെ ചെന്നാലും ഇതുപോലത്തെ ഒരു കോളക്കും. അത്യാവശ്യം ഭക്ഷണവും നടക്കും, മറ്റെല്ലാ കാര്യവും നടക്കും. പോലീസുകാരനായ മതിയായിരുന്നു. ഹലോ. ഒരു മുന്നറിയിപ്പില്ലാതെ ഞങ്ങൾ നിന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാടാ. വരുന്ന വഴിക്കൊരു അബദ്ധം പറ്റി. ഇവിടുത്തെ SI സ്റ്റേഷനിൽ കയറ്റി ഞങ്ങളൊന്ന് വരട്ടി. ആരെ മാത്തനാ? അയാൾ അങ്ങനെയാ. ഞങ്ങൾ നിന്നെ ഒരൊറ്റ ആളെ ഓർത്തിട്ടാണ് ഇങ്ങനെ എടുത്തിട്ട് പെരിക്കന്നെ. ഞാൻ അയാളാ. എന്റെ പഴയ സ്വഭാവം നിനക്കറിയാലോ. പിന്നെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? എന്ത് വിശേഷം? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. ആ പിന്നെ 1-2 കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. എന്താടാ? അത് സമിതി ഓഫീസ് പൊളിച്ചു. സ്ഥലം നപ്പാച്ചോട്ട് കൊടുത്തു. അതെന്താ? വല്ല വഴക്കുണ്ടായോ? ഏയ്, നീ പോയി കഴിഞ്ഞപ്പോ ഉള്ള ആവേശം ഒക്കെ പോയി. അതെ. ആ പിന്നെ നമ്മുടെ വാസു ഒരു വിസ ഒക്കെ റെഡിയാക്കി അക്കരെ ചേരാൻ നിൽക്കുക. ആണോടാ? അതെ, ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിയ. സങ്കടമുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാടാ. എടാ വാസു, നിനക്ക് പണത്തിന് ആവശ്യമില്ലോട് ചോദിക്കാൻ പഠിക്കരുത്. ഞാൻ വിചാരിച്ചാൽ ലോണൊക്കെ കിട്ടും. അല്ല, നിനക്കെന്തോ അസുഖമാണെന്ന് പരമേശ്വരൻ സാർ പറഞ്ഞു. അത് കാലാവസ്ഥ പറ്റാഞ്ഞിട്ടാ. ഈ വെള്ളമൊക്കെ മാറി കുളിച്ചപ്പോ പനി അടിച്ചതാ. കാലാവസ്ഥ. പ്രേതത്തിന് കാവലിരുന്ന് പേടിച്ചിട്ട് പറട്ടെ. അയ്യോ പറയല്ലേ. എന്തോന്ന്? അല്ല, എന്റെ ഈ അസുഖത്തിന്റെ കാര്യം അമ്മയോട് പറയല്ലേന്ന് പറയുകയായിരുന്നു. ചേട്ടാ, ചേട്ടാ.
ചായ എടുത്തിരിക്കണത് കൊടുക്കട്ടെ? ദാ. ചേട്ടന് ചായ വേണ്ടേ? എന്നാ ഞാൻ അകത്തേക്ക് വെക്കോട്ടെ? ലൈനാണല്ലേ? ലൈനോ? നിനക്കൊരു പ്രാന്തുണ്ട്. എന്ത് ഭ്രാന്ത്? ആ നോട്ടും ചിരിയും ചേട്ടാന്നുള്ള വിളി. എടാ ചേട്ടൻ അവളെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നു. എന്തായാലും നിനക്ക് നന്നായിട്ട് ചേരും. ഓടാ. എടാ നിന്റെ വീട്ടിൽ പറയട്ടെ. കൊല്ലിക്കാൻ ഒരു മതി മതി, അവനായി അവന്റെ പാടായി. എടാ ഞങ്ങൾക്ക് ഉടനെ പോണം. ഇപ്പോഴോ? ഊണൊക്കെ കഴിച്ചിട്ട് അയ്യോ, പോകുന്നു. ഊണൊന്നും വേണ്ട, ചായ തന്നെ ധാരാളം. ഉടനെ പോയിട്ട് കാര്യമുണ്ടടാ. ഞങ്ങൾ വീട്ടിൽ പറയാനാണോ? ആ അല്ല ഇനി എന്നാ അങ്ങോട്ട്? നിനക്കറിയില്ല ഇവിടുത്തെ പ്രശ്നങ്ങള്. ആ SI ആണ് എല്ലാ കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല എന്നോടുള്ള വിശ്വാസം കൊണ്ടാണേ. തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ, ഞാൻ ഇറങ്ങാം. പാർട്ടി നടത്തണം. പിന്നല്ലാതെ. നമുക്ക് പോവാം. വരട്ടെടിയാ. ഓടാ